നമസ്കാരം. ഓരോ പരീക്ഷാക്കാലം കഴിയുമ്പോഴും ഫലം വന്ന ഉടനെ ഉയരുന്ന വിവാദമാണ് മലബാറിലെ സീറ്റ് ക്ഷാമം. ഓരോ കൊല്ലവും മുട്ടുശാന്തിയിലൂടെ താൽക്കാലിക പരിഹാരം കണ്ടെത്തുന്ന സർക്കാർ SSLC കഴിഞ്ഞ മലബാറിലെ വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് ആവശ്യമായ ശാശ്വത പരിഹാരത്തിന് ശ്രമിക്കുന്നില്ല എന്ന കാര്യത്തിൽ ജനങ്ങൾ രോഷത്തിലാണ്. ഈ വിഷയം ഏറ്റെടുത്ത പ്രതിപക്ഷ നേതാവ് VD സതീശൻ മലബാർ മേഖലയിലെ +1 സീറ്റുകളുടെ കുറവ് പരിഹരിച്ചില്ലെങ്കിൽ UDFും കോൺഗ്രസും സമരരംഗത്തിറങ്ങുമെന്ന് താക്കീത് നൽകി. അപകടകരമായ നിലയിലേക്കാണ് പൊതുവിദ്യാഭ്യാസ രംഗം പോകുന്നത്. കൂടുതൽ കോഴ്സുകൾ അനുവദിക്കാതെ +1 പ്രവേശന പ്രശ്നത്തിന് പരിഹാരമാകില്ല. ബാച്ചുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാതെ സീറ്റുകളുടെ മാത്രം എണ്ണം കൂട്ടിയത് പരാജയമായിരുന്നു എന്ന് കഴിഞ്ഞ 2 വർഷവും വ്യക്തമായതാണ്. ഹയർ സെക്കൻഡറി ഗുണനിലവാരം ഇല്ലാതാക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നൊക്കെ VD സതീശൻ വ്യക്തമാക്കി. ഈ വിഷയം കഴിഞ്ഞ 2 വർഷവും പ്രതിപക്ഷം നിയമസഭയിൽ ഉന്നയിച്ചതാണ്. എന്നിട്ടും ഫലപ്രദമായ പരിഹാരം കാണാൻ സർക്കാരിനായില്ല. 50 പേർ ഇരിക്കേണ്ട ക്ലാസ്സിലാണ് 65 പേർ ഇരിക്കുന്നത്. ഇതുകൂടാതെ 6-7 പേരെ കൂടി ആ ക്ലാസ്സിൽ പ്രവേശിപ്പിച്ചു. ഇത്രയും കുട്ടികളെ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്? ഇത് ഗുണനിലവാരത്തെ ബാധിക്കും. സ്വകാര്യ മേഖലയിൽ നിന്നും പൊതുവിദ്യാഭ്യാസ മേഖലയിലേക്ക് കുട്ടികൾ എത്തുന്നുവെന്ന് ഇപ്പോൾ ആരും പറയുന്നില്ലല്ലോ. അതെന്തുകൊണ്ടാണെന്ന് എല്ലാവർക്കും അറിയാമെന്നും VD സതീശൻ കുറ്റപ്പെടുത്തി. CBSEയിൽ നിന്നും വരുന്ന കുട്ടികളുടെ എണ്ണവും കുറഞ്ഞു. കഴിഞ്ഞ വർഷങ്ങളിൽ എടുത്തത് തെറ്റായ തീരുമാനമാണെന്ന് തെളിഞ്ഞ സാഹചര്യത്തിൽ അത് തിരുത്താനാണ് സർക്കാർ ശ്രമിക്കേണ്ടത്. കുട്ടികളില്ലാത്ത സ്ഥലങ്ങളിലെ ബാച്ചുകൾ കുട്ടികൾ കൂടുതലുള്ള സ്ഥലങ്ങളിൽ അനുവദിച്ചാൽ സർക്കാരിനുണ്ടാകുന്ന അധിക സാമ്പത്തിക ബാധ്യതയും ഒഴിവാക്കാം. എന്നിട്ടും ഒന്നും ചെയ്യാൻ സർക്കാർ തയ്യാറല്ല. മലപ്പുറത്ത് മാത്രമല്ല, മറ്റ് ജില്ലകളിലും സീറ്റുകളുടെ എണ്ണത്തിൽ കുറവുണ്ട്. എന്തു പറഞ്ഞാലും CPM മലപ്പുറം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എന്ന് VD സതീശൻ ചോദിച്ചു. മലപ്പുറത്തെ കുട്ടികൾ വലിയ വിജയം നേടുന്നത് കോപ്പി അടിച്ചത് കൊണ്ടാണെന്ന് പണ്ട് VS അച്യുതാനന്ദനും പറഞ്ഞിട്ടുണ്ട്. വിദ്യാഭ്യാസപരമായി പിന്നാക്കം നിന്നിരുന്ന ഒരു ജില്ല ഇന്ന് വിദ്യാഭ്യാസപരമായി മുന്നാക്കം നിൽക്കുകയാണ്. ഇന്ത്യയിലെ പ്രശസ്തമായ പല കോളേജുകളിലും ഈ ജില്ലയിൽ നിന്നുള്ള കുട്ടികൾ പഠിക്കുന്നുണ്ട്. അതിനെ അഭിമാനത്തോടെയാണ് നോക്കിക്കാണേണ്ടത്. അതിനു പകരം മറ്റൊരു രീതിയിൽ കാണുന്നതിലൂടെ BJP ചെയ്യുന്ന അതേ പണി തന്നെയാണ് CPMും ചെയ്യുന്നത് എന്ന് VD സതീശൻ ആരോപിച്ചു. തെരഞ്ഞെടുപ്പിൽ വടകരയിലും ഇതേ പണിയാണ് CPM ചെയ്തത്. വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. UDFും കോൺഗ്രസും ഈ തെരഞ്ഞെടുപ്പിൽ BJPക്കെതിരെ രാഷ്ട്രീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഇവർ വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിച്ചത്. BJPയും CPMും ഒരേ നാണയത്തിന്റെ 2 വശങ്ങളാണെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് എന്ന് സതീശൻ ആരോപിച്ചു. വിദ്യാഭ്യാസ അവകാശങ്ങൾ കേരളത്തിലുടനീളമുള്ള വിദ്യാർത്ഥികൾക്ക് തുല്യമായി ലഭ്യമാക്കാൻ സർക്കാർ ഇത്തവണയെങ്കിലും തയ്യാറാവുമോ എന്നതാണ് കാതലായ കാര്യം.